പക്ഷെ നിങ്ങൾ ആ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും മൊയലാളിയെ നിർബന്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റേജിൽ കയറി അശോക് രാജിനെ കുറിച്ച് 2 വാക്ക് പ്രസംഗിക്കും. കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ അവിടെ കയറിയിരിക്കണേ. അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ ഇപ്പം പഠിച്ചു തരാം. മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. എന്തുകൊണ്ട് കേരളത്തിൽ BJP വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരുത്തിയത്? മൊയലാളിയെ സ്റ്റേജിൽ അശോക് രാജിന്റെ സീറ്റിന് തൊട്ടടുത്തിരുന്നു. അത് വേണ്ട, അങ്ങേരെ അശോക് രാജിന്റെ മടിയിൽ കയറ്റിയിരുത്താം. നിങ്ങൾ നോക്ക്, തൊട്ട മുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു. മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രി ഓഫീസ് തീരുമാനിക്കാം. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാൽ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. I heartily welcome respected Gautam Adani, our partner. ഒരു പ്രശ്നം ഉണ്ടാവില്ല, പുതിയ നിന്റെ ബിസിനസ് പാർട്ണർ അല്ലേ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം ഒറ്റാണോ? ഉദ്ഘാടന ചടങ്ങിൽ അദാനി പദ്ധതിയിലെ പങ്കാളിയാണെന്ന് വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയാണെന്നും ഇത് നയം മാറ്റം ആണെന്നും മോദി പറഞ്ഞു. ഇങ്ങനൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ. നമ്മൾ നോക്കി കളിച്ചില്ലേ, ഇതും അവനങ്ങ് കൊണ്ടുപോവേ. പ്രശ്നമാവോ? जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर. അയ്യോ തെറ്റി, അങ്ങനെയല്ല അത് ഉദ്ദേശിച്ച് തെറ്റി. कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर. എടാ, ഒരു മൈക്ക് കിട്ടിയ സ്വയം മറന്ന് കീർവാണം പറയരുത്. ആ എടാകൂടത്തിന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ആർക്ക്? സ്വാഭാവികമായിട്ടും UDF-നും അവകാശപ്പെടാനുണ്ട്, LDF-നും അവകാശപ്പെടാനുണ്ട്. ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്തൊന്ന് നോക്കട്ടെ. വിഴിഞ്ഞം UDF-ന്റെ സന്തതിയാണ്. ഞങ്ങളുടെ സന്തതിയെ ആര് കവർന്നെടുക്കാൻ നോക്കിയാലും നടക്കില്ല. ജോർ അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ദക്ഷിണ കൊടുക്കാനുള്ള ആൾക്കാരെ സെറ്റാക്കി നിർത്തിയാ കുഞ്ഞിനെ വരുന്നത് കളിക്കാൻ നീ ഒന്നും ആളായിട്ടില്ല. ആ എരപ്പോട് പറഞ്ഞേക്ക്.